ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്ത ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്ത വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ആചാര്യർ. കൊച്ചുകുട്ടികൾ എപ്പോഴും കളിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അവരുടെ ഇതാണ് ആസക്തി. ആണ് ബാലൻ ക്രീഡയിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ കാലം കഴിയുകയാണ്. അവർക്ക് ഓരോ തരത്തിലുള്ളതായ വിനോദങ്ങളുണ്ട്. ചിലപ്പോൾ ഭാവന കൊണ്ട് പലതും സൃഷ്ടിച്ച് മണ്ണപ്പവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കളിക്കും. അങ്ങനെ സാധാരണ ഈ ബാല്യകാലം മുഴുവൻ ക്രീഡകളിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ട് അവർ ചെലവഴിക്കുകയാണ്. അപ്പോൾ അവർ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ യുവാവായി കഴിഞ്ഞാൽ പിന്നെ യുവതിയിലുള്ളതായ ആവേശമാണ്, കാമവികാരങ്ങൾ തഴുകുകയാണ്. വിഷയസുഖങ്ങളിൽ ഏർപ്പെടാനുള്ളതായ ആസക്തി നിമിത്തം തരുണികളിൽ, സുന്ദരികളായ യുവതികളിൽ അങ്ങനെ അനുരാഗത്തോട് അഭിനിവേശത്തോടു കൂടി കഴിയുകയാണ്. ആ തരത്തിൽ അവൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഏർപ്പെട്ട് പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിച്ച് മറ്റ് സുഖങ്ങൾ അതുപോലെ കുട്ടികളും അവരുടെ കുട്ടികളുമായിട്ട് അങ്ങനെ കഴിഞ്ഞ് യൗവനകാലം മുഴുവനും കാമവിനോദങ്ങളിൽ ഏർപ്പെട്ട് യുവതിയോടൊത്ത് കാലം കഴിക്കുകയാണ്. അങ്ങനെ അതും പോയി. അത് കഴിഞ്ഞാൽ വൃദ്ധനായെങ്കിൽ ഈശ്വരനെ വിചാരിക്കുമോ? കുട്ടിക്കാലത്തോ വിചാരിച്ചില്ല. യൗവനത്തിൽ ഗാർഹസ്ഥ സുഖങ്ങൾ, വിഷയസുഖങ്ങൾ ഏർപ്പെട്ടത് അതും ഈശ്വരനെ മറന്നു. വൃദ്ധനായാലുമില്ല, അവനെപ്പോഴും ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ചിന്താമഗ്നായിട്ടാണ്, പലതിനെക്കുറിച്ചും ചിന്തിക്കുകയാണ്. തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച്, യൗവനത്തെക്കുറിച്ച്, താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ പലതും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ ഇത് ചെയ്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും, അവരുടെ ഗതി എന്താണ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകളിൽ ഏർപ്പെട്ട് കൂനിക്കൂടിയിരിക്കുകയാണ്. സാധാരണ മൂങ്ങയുടെ സ്വഭാവമാണ് വാർദ്ധക്യത്തിൽ. അവൻ ഒരിടത്തും കൂടി ഇരുന്നും കൊണ്ട് പലതും ചിന്തിച്ച് അവന് കാലം കഴിക്കുന്നു. അപ്പോഴും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കില്ല. അപ്പോൾ ബാല്യത്തിലും പോയി, യൗവനത്തിലും ചിന്തിച്ചില്ല, വാർദ്ധക്യത്തിലും ചിന്തിച്ചില്ല. അങ്ങനെ പരമേ ബ്രഹ്മണി കോപിന ലഗ്ന, ആ പരമാത്മാവിനെക്കുറിച്ച് ചിന്തിച്ച് അവ ഭാവനയിൽ മുഴുകി ആരും അതിൽ പറ്റിക്കൂടുന്നില്ല. പരമേ ബ്രഹ്മണി എന്ന് മാത്രം പറഞ്ഞാൽ വലുതാണെങ്കിൽ ബ്രഹ്മം എന്നുള്ള ബ്രഹ്മവും സംസ്കൃതത്തിൽ സപ്തമി ഏകവചനത്തിൽ ബ്രഹ്മണി എന്ന് വരും. ബ്രഹ്മാവിൽ എന്നുമാകാം, ബ്രഹ്മണി എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ എന്നുമാകാം. ഇവിടെ ബ്രഹ്മം, അപ്പോൾ ബ്രഹ്മശബ്ദത്തിന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായി നിൽക്കുന്ന പരബ്രഹ്മന് രണ്ടർത്ഥം ഉണ്ട്. അതുകൊണ്ടാണ് പരമേ എന്നുള്ള വിശേഷണത്തിൽ പരബ്രഹ്മത്തിൽ, അത് സൃഷ്ടികർത്താവായ പ്രജാപതിയല്ല, പരബ്രഹ്മമാണ്. സകലതിനെ അടക്കി വാഴുന്നതായ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ശക്തിവിശേഷമാണത്. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ആരും ചിന്തിക്കുന്നില്ല. കുട്ടിക്കാലത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമില്ല. പിന്നെ
അങ്ങനെ യാതൊരു തരത്തിലുള്ള ഈശ്വര വിചാരമില്ലാതെ തൻ്റെ ജീവിതത്തെ പാഴാക്കി കളയുന്നു. അതുകൊണ്ട് ഹേ മൂഢ, നീ ഇങ്ങനെ കുട്ടിക്കാലത്ത് കളിച്ച് നടന്നു, യൗവനത്തിൽ സ്ത്രീകളെ പുറകെ നടന്നു, വാർദ്ധക്യത്തിൽ ഇങ്ങനെ കൂനിക്കൂടിയിരുന്ന് ചിന്തിച്ചും കാലം നീ പാഴാക്കി. അതുകൊണ്ട് ഇനിയെങ്കിലും ആ പരമാത്മാവായ ഗോവിന്ദനെ ഭജിക്കൂ.